Hey there, welcome back. It's me Pranav. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ലോഗോ തന്നെയാണ്. ലോഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കാൻ അറിയാത്തവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കി നോക്കുക. ഏകദേശം നമ്മുടെ ഒരു ഡ്രോയിങ്ങിൻ്റെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫേസിന് ഡീറ്റെയിൽസ് കൊടുക്കാതെ ഫേസിൽ കുറച്ച് ഐഡന്റിഫിക്കേഷൻസ് വെച്ച് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇൻഫിനിറ്റ് ഡിസൈൻ ഓപ്പൺ ചെയ്ത് ന്യൂ കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ സെക്ഷനിൽ സെക്കൻഡ് ഓപ്ഷൻ ലെയേഴ്സിന്റെ സെക്ഷൻ എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ ആ പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് ലെയേഴ്സ് എത്ര വേണേലും ആഡ് ചെയ്യുക. അതിനുശേഷം തേർഡ് ടൂൾ ഓപ്പൺ ചെയ്ത് ഇമ്പോർട്ട് ഇമേജ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട് ഇമേജ് ഒന്നുമില്ല, ജസ്റ്റ് ഗാലറിയിൽ നിങ്ങൾ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. സ്ക്രീനിൻ്റെ സെൻട്രലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. റൈറ്റ് സൈഡിൽ ബോട്ടത്തിലായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണാം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ അവിടെ ഫിക്സഡ് ആവും. ഇനി നിങ്ങൾ ആ ലെയറിന്റെ സെക്ഷൻ ഒന്ന് വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ വന്ന ലെയർ ഏറ്റവും താഴെ കൊണ്ടുപോയിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ലെയർ ഏറ്റവും മുകളിലായിട്ട്, അതായത് ഔട്ട്ലൈൻ കൊടുക്കുന്ന ലെയർ ഏറ്റവും മുകളിലായിട്ട് കൊണ്ടുവന്നിടാൻ പറയാം. കാരണം കുറെ പേര് പറഞ്ഞു അവർ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ വരച്ച ലെയറിന്റെ മേലക്കൂടെ വരികയെന്ന്, അതായത് കളർ ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ വരച്ച ലെയറിന്റെ മേലക്കൂടെ വരികയെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് ഓപ്ഷൻ ടൂൾസിൽ പോയിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പൊ പെന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ലേസ് എന്ന് പറഞ്ഞ ടൂള് എനേബിൾ ചെയ്തിട്ട് ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ വരച്ചു തുടങ്ങിയതിന് നമുക്ക് ബ്രഷ് സെലക്ട് ചെയ്യണം. അപ്പൊ ആ ഒരു താഴെ കാണുന്ന ബ്രഷിന്റെ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ ലേസോ, ആ ഒരു ബ്രഷ് സെലക്ട് ചെയ്തിടുക. അപ്പൊ നമുക്കിനി വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ കുറച്ച് ട്രിക്കിയാണ്, പക്ഷെ വരയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് വരച്ചു തുടങ്ങാൻ പറ്റും. അപ്പൊ ഇതേപോലെ അങ്ങനെ ജസ്റ്റ് പോയിന്റ്സ് ഇട്ട് പോവുക. അതായത് നമ്മൾ എവിടെ കൂടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് അത് കൂടെ അതേപോലെ പോയിന്റ് ഇട്ട് പോവുക. അപ്പൊ കണ്ടില്ലേ, ഇതേപോലെ ജസ്റ്റ് പോയിന്റ്സ് ഇങ്ങനെ ഇട്ടിട്ട് പോവുക. അപ്പൊ നിങ്ങളുടെ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ആ പോയിന്റിൽ ഞെക്കിയിട്ട് ഒന്ന് ഇവിടത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയാവുന്നുള്ളൂ. അപ്പോൾ ഈസിയാണ്, ആർക്കും വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും. വ്യക്തമായിട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് പോയിന്റ്സോ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് നേരെ വരയ്ക്കാൻ പോകരുത്. ഇതിൽ കുറച്ചുകൂടി ടിപ്സ് ഉണ്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ. ആ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക്. ബാക്കി ഭാഗങ്ങൾ, ഫേസിന്റെ ഭാഗങ്ങളൊക്കെ വരയ്ക്കാൻ വേറൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ വരച്ചു പോവാം നിങ്ങളുടെ ഫേസിന്റെ. അപ്പോൾ ഫേസിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ചെയ്ത് കാണുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ വരയ്ക്കുക. അപ്പോൾ സ്പെക്സ്, അതായത് ഗ്ലാസ് വെക്കുന്നവരാണെങ്കിൽ ഗ്ലാസ് ഒക്കെ വരയ്ക്കാം. അപ്പോൾ അതിനുള്ള ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ വരയ്ക്കേണ്ടത്. അപ്പോൾ അവസാനം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടിക്ക് മാർക്ക് കാണാം താഴെ, അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി നമുക്ക് ആ താടിയുടെ ഭാഗം വരയ്ക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റും തുടങ്ങി. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും കറക്റ്റ് ആയിട്ട് വേണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും ആകെ ഡോട്ട്സ് വന്നിട്ട്. അപ്പൊ ഇതുപോലെ പോവും. അപ്പൊ ഞാൻ ഏകദേശം ആ ഒരു താടിയുടെ മുഴുവൻ ഭാഗം കവർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു ഒറിജിനാലിറ്റിക്ക്, ഒരു ഭംഗിക്കും വേണ്ടി ഞാൻ ഒരു ഡീറ്റെയിലിംഗ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നില്ല, ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു താടിയുടെ ഭാഗമൊക്കെ ടൈം എടുത്ത് നോക്കി ഫുള്ളായി കവർ ചെയ്ത് വരിക, വൃത്തികേടില്ലാത്ത രീതിയിൽ കവർ ചെയ്ത് വരിക. അപ്പൊ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ എവിടെയാണോ നമ്മൾ ആ ഒരു എൻഡ് പോയിന്റ് അവിടെ കറക്റ്റായിട്ട് ആ ഡോട്ട്സ് കൊണ്ടുപോയി വയ്ക്കുക, വരച്ച് അവസാനിപ്പിക്കുക. അത്രേ ഉള്ളൂ. ഈ ഒരു ടൂൾ വെച്ചിട്ട് ഈസിയാണ്, ആർക്കും വരയ്ക്കാം. അപ്പൊ ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇയർ വരയ്ക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ബ്രഷ് മാറ്റി ഫാറ്റ് മാർക്കർ എന്ന് പറഞ്ഞ ബ്രഷ് ആക്കി. അപ്പൊ നമ്മൾ ടൂള് പെൻ ടൂൾ തന്നെ അതിൽ ബ്രഷ് ചേഞ്ച് ചെയ്തിട്ട് ഫാറ്റ് മാർക്കർ ആക്കി. അപ്പൊ ഈ ഒരു ടൂൾ കൊണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാ കണ്ടില്ലേ, ഞാൻ അങ്ങനെ പോയിന്റ് ഇട്ട് പോകുമ്പോൾ ഞാൻ അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റിന്റെ മേലെ ഇങ്ങനെ ഞെക്കുന്ന കാണാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ആ ഒരു ഷേപ്പ് കവർ ആയിട്ട് വരുന്നത് കറക്റ്റ് ആയിട്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു കറക്റ്റ് ഒരു ഓവൽ ഷേപ്പില് ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമുക്ക്, അതായത് റോബോട്ടിക്സ് പോലെ അല്ലല്ലോ. അപ്പൊ അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ വരച്ചു പോകുമ്പോൾ അതിന്റെ അഡ്ജസ്റ്റന്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു കെർവഡ് ആയിട്ട് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് വരും. അപ്പൊ ഒന്നും കൂടി ബോഡിക്ക് നല്ല ഷേപ്പ് കിട്ടും, ഒരു വരച്ച ഒരു ഫീലിംഗ് കൂടുതൽ പോവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ടൂള് മറ്റേ നമ്മൾ ആദ്യം ഹെയർ വരയ്ക്കുമ്പോൾ ഉപയോഗിച്ച് ആ ബ്രഷിലും യൂസ് ചെയ്യാം. അതപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ല എന്ന് മാത്രം. നിങ്ങൾക്ക് അപ്പോൾ അവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ യൂസ് ചെയ്യാം. അപ്പൊ അത് ഞാൻ കൂടുതൽ വരയ്ക്കുമ്പോൾ ബാക്കി ഭാഗങ്ങൾ വരയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് വേഗം വരച്ചിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെവിയുടെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ എൻഡ് പോയിന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് പോയിട്ട് മാർക്ക് ചെയ്യുക. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എൻഡ് പോയിന്റിന് അത്ര വലിയ പ്രാധാന്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂള്, ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്പെക്സ് അങ്ങനത്തെ കാര്യങ്ങൾ, കണ്ണാട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാം. അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും ഇതുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെവി കൂടി ഒന്ന് വരയ്ക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, വേഗം കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിങ്ങനെ ഫസ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് തുടങ്ങുക, വരയ്ക്കുക. അടുത്ത പോയിന്റുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കണ്ടില്ലേ, വളഞ്ഞ് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം ഞാൻ ഈ ഒരു ഇയേഴ്സിനെ നോക്കിയപ്പോൾ എനിക്ക് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം നമ്മളിനി ഇതാ നമ്മുടെ മീശ വരയ്ക്കാൻ പോകണം. അപ്പം മീശ വരയ്ക്കുമ്പോൾ ഞാൻ കാണാം അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് ഞാൻ ടച്ച് ചെയ്യുമ്പോൾ മീശയുടെ ഭാഗം അങ്ങനെ കെറുവായിട്ട് വരുന്നത്. അപ്പം അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് ഫേസ് വരയ്ക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ടൈം എടുത്ത് വരയ്ക്കുക, ഞാൻ വരച്ച പോലെ സ്പീഡിൽ വരച്ച് തീർക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞു. ഒരു ഫേസിന് ഇപ്പോൾ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, കണ്ട ഒരു ചായയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. അതായത് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ ഇയേഴ്സിൻ്റെ ഔട്ട്ലൈൻ്റെ കട്ടിന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ടി കൂട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ച ഒരു ഫാറ്റ് മാർക്കർ എന്ന് പറഞ്ഞ ആ ഒരു ടൂൾ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ കാണിച്ചുള്ള ഈ ഒരു ടൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്കറിൻ്റെ, അതായത് ആ ഒരു ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ലെയർ ഒന്ന് ഹൈഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അവസാനത്തിലേക്ക് പോയിട്ട് നമ്മുടെ ലെയർ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സെക്കൻഡ് ലെയർ നമ്മൾ എടുത്തതിന് ശേഷം ആണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് നിൽക്കുന്ന ഹെയർ, അതായത് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മുടി, ആ ഭാഗങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഈ ഒരു മുടിയൊന്നും നമ്മൾ മറ്റേൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല, അല്ല കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് നമ്മൾ പണ്ട് യൂസ് ചെയ്ത ആ ഒരു ബ്രഷ് തന്നെയാണ്. അതായത് ആ ഒരു ലേസോ എന്ന് പറഞ്ഞ ടൂള് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഷിൽ നമ്മൾ ലേസോ എന്ന് പറഞ്ഞ, അതായത് പെൻ ടൂള്, നമ്മൾ ആദ്യം ഉപയോഗിച്ച പെൻ എന്ന് പറഞ്ഞ ആ ഒരു ടൂള് ഞാൻ ഡിസേബിൾ ചെയ്തു. എന്നിട്ട് ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ഡ്രോയിങ്. പക്ഷെ ഞാൻ ഇത് വരയ്ക്കുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിലിങ്ങും ഭംഗിയും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വിഗ് പോലെ ഇരിക്കുന്ന ആ ഒരു വൃത്തികേടൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നുള്ളൂ. ഈ ഒരു ടൂള്, ലേസോ എന്ന് പറഞ്ഞ ടൂൾ എനേബിൾ ചെയ്തിടുക. ബ്രഷിൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ലേസോ എന്ന് പറഞ്ഞ ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. അതേപോലെ അങ്ങനെ ഓരോ സ്ട്രോക്സ് പോലെ ഇട്ട് കൊടുത്താലും മതി. ഒന്നുകൂടിയും നമ്മുടെ ഫോട്ടോയ്ക്ക് ഒന്നുകൂടി ഭംഗി കിട്ടും. താടിയില്ലാത്തവരാണെങ്കിൽ സാധാ പോലെ വരയ്ക്കുക. അപ്പോൾ ഇത്ര വരച്ചാൽ തന്നെ നിങ്ങളുടെ ഫേസിന് ഏകദേശം ഒരു ചായ കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം നമ്മൾ തെറ്റുന്നില്ലല്ലോ, കറക്റ്റ് ആ ഒരു പോയിന്റ്സിന്റെ മേലെ കൂടെ വരച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് പിഴവുകൾ വരാൻ സാധ്യത കുറവാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കി വെക്കുക. ഈ ഒരു താടിയുടെ ഭാഗമൊക്കെ നിങ്ങൾക്ക് മറ്റേ ടൂൾ വെച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഞാനത് വേഗം വീഡിയോ അധികം ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ട് സ്പീഡിൽ ചെയ്തു പോയതാണ് അതൊക്കെ. എവിടേക്കാണ് അതേപോലെ ഡീറ്റെയിലിംഗ് കൊടുക്കാനുള്ളത് അവിടെ കൊടുക്കുക. ഹെയറിൽ, അതുപോലെ തന്നെ മീശയുടെ ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താലും മതി. ഒരു ഭംഗിക്ക് കൂടുതൽ നമ്മൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ വരയ്ക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഭംഗി. അപ്പം ഈ ഒരു പരിപാടിയോട് കൂടി ഏകദേശം നമ്മുടെ ഫോട്ടോ ഫിനിഷ് ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ കുറേ പേര് ചോദിച്ചതാണ് എങ്ങനെ ലോഗോ വരച്ചിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ഇതേപോലെ ഒരു ലോഗോ വരയ്ക്കുന്നതല്ലേ ഒന്നും കൂടി പ്രൊഫഷണലായിട്ട് വരയ്ക്കുന്നതിനെക്കാട്ടി, മറ്റൊരാളെ കൊണ്ട് വരയ്ക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു ലോഗോ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ മതി. ഒരു ഫസ്റ്റ് ടൈം ശരിയായില്ലെങ്കിലും ചിലപ്പോൾ രണ്ടാമത്തെ വട്ടമൊക്കെ ഈസി ആയിട്ട് എന്തായാലും ശരിയാവാൻ സാധ്യതയുള്ളതാണ്. മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഇയേഴ്സിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് മാനേജ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ,
അപ്പോൾ സാധനം ഏകദേശം ഇങ്ങനെയായി. അപ്പോൾ കണ്ടില്ലേ, ഈസിയാണ് വരയ്ക്കാൻ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ആ 3 ഡോട്ട്സിൽ കയറി എക്സ്പോർട്ട് കൊടുക്കുക, ഹൈ ക്വാളിറ്റി കൊടുക്കുക, സേവ് കൊടുക്കുക. സേവ് അല്ല, എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കണ്ടില്ലേ, ഇത്ര ഈസിയാണ് വരയ്ക്കാനുള്ളത്. നമ്മുടെ ഒരു ലോഗോ ആയി ഈസി ആയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ചാനലിലെ മുമ്പത്തെ കുറച്ച് സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ പ്രണവ് ഫ്രം ആർട്സോഗ്രഫി സൈനിങ് ഓഫ്.